ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യുന്നത് പാളയംകുടം പഴത്തിൻ്റെ പച്ചക്കായ വെച്ചിട്ടാണ് നമ്മൾ ഇന്ന് കായ ബജി ഉണ്ടാക്കാൻ പോണത്. നമ്മൾ സാധാ മറ്റേ ബജിക്കായ വാങ്ങിയിട്ടല്ല ചെയ്യുന്നത്, പാളയംകുടത്തിൻ്റെ പച്ച കായ വെച്ചിട്ടാണ് നമ്മളിവിടെ ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. അതിനായിട്ട് നമ്മൾ പച്ച പാളയംകുടത്തിൻ്റെ പഴം എടുത്തിട്ട് തൊലി നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞു കൊടുക്കുക. ഫുള്ളായിട്ട് തൊലി കളഞ്ഞെടുക്കണ്ട, നമ്മൾ ആ പുറം ഭാഗം മൊത്തം അങ്ങോട്ട് കളയാൻ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി നമുക്ക് എടുക്കാം. ഇനി ഇത് നമ്മൾ നല്ലോണം അങ്ങോട്ട് കഴുകി ഉടച്ച് റെഡിയാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് ഉപ്പിട്ടിട്ട് തിരുമ്പിയിട്ട് അതിൽ നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നല്ലോണം കഴുകിയെടുക്കുക. നമ്മൾ ഉടച്ച് കഴുകിയിട്ട് നമ്മളിത് വേറെ പാത്രത്തേക്ക് ഒന്ന് മാറ്റി കൊടുക്കുക. ഒരു പാത്രത്തിൽ വെള്ളം എടുത്തിട്ട് നമ്മൾ അതിലേക്ക് 1 ടീസ്പൂൺ ഉപ്പ് ഇട്ട് കൊടുക്കുക. എന്നിട്ട് അത് നല്ലോണം അങ്ങോട്ട് ഇളക്കുക. ഇനി നമ്മൾ കഴുകി വെച്ച ആ കായ നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇതൊന്ന് ഉപ്പ് പിടിച്ച് റെഡിയായി വരാൻ വേണ്ടിയിട്ട് നമുക്കിതൊരു അരമണിക്കൂർ റെസ്റ്റിന് വയ്ക്കാം. ഇനി നമ്മളൊരു ബൗൾ എടുത്തിട്ട് നമുക്കതിലേക്ക് വീഡിയോയിൽ കാണുന്ന മാറ്റം 4 ടീസ്പൂൺ കടലമാവ് ഇട്ട് കൊടുക്കുക. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കുക. പിന്നെ കുറച്ച് കായംപൊടി നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഇനി കുറച്ച് ബേക്കിംഗ് സോഡയും കൂടി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഇനി ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക. ഇനി നമുക്കിതിലേക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കുക. കുറച്ചീശ വെള്ളം ഒഴിച്ചിട്ട് നമുക്കിതൊന്ന് നന്നായി മിക്സ് ചെയ്തെടുക്കുക. അങ്ങനെ നമ്മൾ മിക്സ് ചെയ്ത് ഈ പരുവത്തിലായിട്ടുണ്ട് സംഭവം. ഒരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് നമുക്കതിലേക്ക് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ഇത് നമ്മൾ പാളയംകുടത്തിൻ്റെ പച്ചക്കായ എടുത്തിട്ട് നമുക്ക് മാവിൽ മുക്കിയിട്ട് നേരെ അങ്ങോട്ട് പൊരിച്ചു കൊടുക്കുക. ഇനി ഇത് തിരിച്ചും മറിച്ചൊക്കെ അങ്ങോട്ട് ഇട്ടിട്ട് നല്ലോണം അങ്ങോട്ട് മൊരിച്ചെടുത്താൽ നമ്മുടെ സംഭവം റെഡിയാവും. അപ്പോൾ നമ്മുടെ സംഭവം സെറ്റായേക്കാണ്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കൂടാതെ ബെൽ ബട്ടൺ കൂടി ഒന്ന് അമർത്തുക. അപ്പോൾ നമ്മുടെ പുതിയ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് വരും. അപ്പോൾ ഇനി നമുക്കൊരു പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.